വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. നമ്മൾ ട്രിപ്പ് പോവുകയാണ്. കുറെ മാസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ വരുന്നത്. ഹാപ്പി ന്യൂ ഇയർ. ഈ വീഡിയോ എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഹാപ്പി ന്യൂ ഇയർ. അതെ അതെ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ആരും പോകാത്ത ഫ്രഷ് സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പൊ നമ്മള് തിരുനെല്ലി കഴിഞ്ഞ് നമ്മൾ 16 ഡിഗ്രി ചൂട് തണുപ്പ് ആണുള്ളത്. 15 ഡിഗ്രി റണ്ണിങ് ആയതുകൊണ്ട് ഉറക്കത്തിൽ ചിരിക്കുന്നു. സോറി. നമ്മൾ ആ VCP കാണാം. VCP എന്റെ ഓ മൈ ഗോഡ്, ഇത് എന്താ ഇത്? ഓ താലിബാൻ. നമ്മൾ റൂമിൽ വന്ന് സെറ്റായി. ഇനിയിപ്പോ നമ്മളെല്ലാവരും ഡ്രസ്സ് മാറി പോകാൻ പോകണം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഓക്കെ, മൈസൂർ സൂ. നമ്മുടെ കൂടെ ഉള്ളത് പ്രൊഫസർ അനുരാഗ് കൃഷ്ണൻ. ഹായ്. അതെ അതെ, നമ്മളെ അസിസ്റ്റന്റ് പ്രൊഫസർ അനുരാഗ് കൃഷ്ണൻ ഉള്ള. നമ്മളിപ്പോ സൂവിൽ പോയിട്ട് അവിടെ വെച്ചാണ് നമ്മുടെ IV. നമ്മള് സൂളജിയിൽ പഠിക്കുന്നത്, അതുകൊണ്ട് നമ്മുടെ IV അതാണ്. ചക്കട് പണി എന്താണ്? എടാ, നിന്നെ 2 കൂട്ടിലിട്ടത് 2 സ്പീഷീസ് ആയിട്ട് ഇല്ല. ഈ ബന്ധം നമ്മളിവിടെ അനുവദിക്കില്ല. ഇതൊക്കെ റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടതാണ്. ട്രാഫിക് സമ്മതിക്കില്ല. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? കടുവയാണോ പുലിയാണോ? പക്ഷെ സിംഹത്തിനാണോ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ വെള്ളക്കടുവേനാണോ? ആ വെള്ളക്കടുവ ചാടുന്ന വീഡിയോ ഉണ്ടാ? അത് നിനക്ക് എന്താ ഇഷ്ടപ്പെട്ടെ? ചിമ്മാൻചീനെ, വൈറ്റ് പീക്കോക്കിനെ? ഓക്കെ, എന്നാ അതിന്റെ എന്റെ മോനെ സക്കർക്കേറ്റ് പോലല്ലേ അമിത്തെ സാറേ. മുതലായിട്ട് എൻകൗണ്ടർ ചെയ്ത് എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യാ നമ്മള്? എങ്ങനെ രക്ഷപ്പെടുക? എനിക്കറിയില്ല. ഓടി രക്ഷപ്പെടാൻ പറ്റിയ ചെറിയ കല്ലെടുത്തെറിയാലോ വലിയ കല്ലെടുത്തെറിയാം. വെള്ളത്തിനുള്ളിൽ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന കടൽ മുതലയാണ്. കടൽ മുതല, സാൾട്ട് വാട്ടർ. എന്താ അലിഗേറ്ററോ? ക്രൊക്കഡൈൽ. ശശ കണ്ടുകൂട്ടി. ഇത്ര നേരം കണ്ടുപറഞ്ഞു. നമ്മൾ ബിസ്ക്കറ്റ് ഒക്കെ തിന്നൂലെ, വെള്ളത്തിൽ അലിയിച്ച് തിന്നത്. എടുക്കുന്നു, വലിക്കുന്നു, തിന്നുന്നു. ഗൈസ്, മൈസൂരിലെ ഏറ്റവും ഹാർഡ് കോർ ടൈം കഴിഞ്ഞ് ഇനി നമ്മൾ വിഭവസമൃദ്ധമായ നമ്മൾ ബിരിയാണി കഴിക്കുകയാണ്. മൈസൂരിയൻ ബിരിയാണി. സാറേ, മുതലേന്റെ വായിൽ ബ്ലഡ്. എടാ, നേരിട്ട് കാണാൻ ഡൈനോസറിനെ. ഗൈസ്, നമുക്ക് ഒരു മുതലേന്റെ കൂടെ ചേസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. നമ്മളിപ്പോ മുതലേന്റെ കൂടെ ഇതിൽ ഒന്നുകിൽ മുതലാദ്യത്തും അല്ലെ നമ്മളാദ്യത്തും. മുതലാദ്യത്തിയുള്ള പ്രശ്നം നൗറിന് തന്നെയാണ്. അതെ, മുതലയും നൗറും തമ്മിലുള്ള എൻകൗണ്ടറാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. നൗറും കയറ്റുകൂട്ടി, കുഴപ്പമില്ല. നമ്മളും മുതലയും ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഗൈസ്, ഇവർ ഞങ്ങളെ പറ്റിച്ചു. ഇത് 300 സ്റ്റെപ്പ് 2 മല അടുപ്പിച്ച് 300 സ്റ്റെപ്പ് 3000 സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ കാണിച്ചുതരാം. ചെറുതായിട്ട് ഇവിടുന്ന് തുടങ്ങി അത്രയും ചുറ്റി ഏറ്റവും മുകൾ കയറും. എപ്പ കയറി തീർക്കും അറിയില്ല. ശ്രമിച്ചു. നമ്മൾ സ്റ്റെപ്പ് കയറി തുടങ്ങി. നമ്മൾ ടോട്ടൽ കവർ ചെയ്യില്ലേ? അതെ, നമ്മള് ലാസ്റ്റ് എത്തുന്ന ആൾ കഴുത. അനുരാഗ് സാറേ, ലാസ്റ്റ് എത്തുന്ന ആൾ കഴുത. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ അപ്പൂപ്പന്മാർ മുതൽ കൊച്ചു കുട്ടികൾ വരെ. എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു, കാരണം ടൗണിന്റെ ഉച്ച കണ്ട് ഞങ്ങൾ. നമ്മൾ റെസ്റ്റിംഗ് ആണ് ഇപ്പൊ. ടൗണിന്റെ ഓൾമോസ്റ്റ് ഏതോ മൈസൂർ ചെറാൻ തോന്നുന്നു. നമ്മളവിടെ എത്തി. നമ്മളിപ്പോ വെയിറ്റിംഗ് ആണ് ബാക്കി ക്രൂ മെമ്പേഴ്സിന് വേണ്ടിയിട്ട്. ടീം സ്പടിക എത്തിയില്ല. അതെന്താണ്? ഓ മൈ ഗോഡ്, യെസ് യു ക്യാൻ. അനന്യ, ഇതിനൊരു അന്ത്യമില്ലേ? എന്തിനെത്ര സ്പീഡിലോടുന്നേ? ക്ഷണിച്ച് എല്ലാരും ക്ഷണിച്ച് ഇവിടെ നിന്ന് ഉറക്കൊക്കെ വരുന്നെത്തിക്ക്. ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്ററും ഞങ്ങളുടെ പ്രൊഫസേഴ്സുമായ 3 വ്യക്തികൾ അവിടെ നിന്ന് കഥ പറയുകയാണ്. ഗൈസ്, ഞങ്ങളെല്ലാവരും അവസാനം മുകളിലെത്തിയിരിക്കുകയാണ്. ഒരു തുള്ളി ക്ഷീണം പോലെ. നമ്മൾ ഓട്ടക്കാരിയെ അനന്യയെ തോപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തിയിരിക്കുന്നു. ഞങ്ങളോട് കൂടെ സിംഗപ്പൂരിൽ നിന്ന് ഞങ്ങളുടെ കൊച്ചമ്മ അലീഫ വന്നിട്ടുണ്ട്. അലീഫ ഡയറക്റ്റ് സിംഗപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വരുന്നു. അയ്യോ, കിതച്ചില്ലാതായല്ലോ. ആദ്യം ഓടിക്കേറി നന്ദനെ കഴുതിയാവാതിരിക്കാൻ വേണ്ടി. മരണം വരുമൊരു നാളോർക്കുക. അതെ, ലാസ്റ്റ് എത്തുന്ന ആള് കഴുത. ഇതിൽ ലാസ്റ്റ് ആരെത്തും? അതെ, ലാസ്റ്റ് എത്തുന്ന ആള് കഴുത. അതെ, നമ്മുടെ രഹന തന്നെയാണ് കഴുത. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ.
നല്ല അടിപൊളി സ്ഥലം. ഇവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും എന്തെന്ന് അലൗഡ് അല്ല, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും. അല്ലേ, വീഡിയോ എടുത്ത് കൊടുക്കാൻ. അതെ ഗൈസ്, ഈ അമ്പലത്തിന് ചുറ്റും 3 ആൾക്കാരെ ഹൈറ്റിൽ, 3 ആൾക്കാരെ പറയുമ്പോൾ എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് 3 ആൾക്കാരെ വെച്ചാൽ എത്ര ഹൈറ്റ് ഉണ്ടാവുമോ അത്രയും പൊക്കത്തുള്ള ബൗണ്ടറി അതിൽ. ആഹാ, എന്താ അടിപൊളി സ്ഥലം. ഇതിവിടെ കൊത്തി ഉണ്ടാക്കിയാണോ അല്ലെ കൊത്തി ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാണോ? അടിപൊളി ലുക്ക്. ഡേ ഫോട്ടോ എടുത്ത് കളിക്കാതെ ഈ പ്രാചീനമായിട്ടുള്ള പ്രതിമകളൊക്കെ നോക്കടാ. അതെ ഗൈസ്, പ്രതിമേനെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇതിനൊരു എത്ര അടി പൊക്കം ഉണ്ടാവൂടാ? വളരെ ഭീകരമായിട്ടുള്ളൊരു പൊക്കമുണ്ട്. ഇത് ഞാൻ കയറിയിട്ട് ലെഫ്റ്റിൽ പോയി ഉള്ളിൽ കൂടെ പോയി ഇപ്പം ഇറങ്ങി വന്നപ്പോഴാണ് കണ്ടേ. കയറുന്ന ഇന്റർഫേസ് തന്നെ ഇതാണ്. നല്ല ഭീകരം, നല്ല ഹൈറ്റ്. കുറേ പേര് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ഗൈസ്, വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് സാവിളപ്പെടുക എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് തന്നിരിക്കുന്നത്. വനജ മിസ് എല്ലാം കംപ്ലീറ്റ് ആക്കി ഇപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരണം. കാരണം സെക്യൂരിറ്റി സൂപ്പർ. ലാസ്റ്റ് വടി ചൂണ്ടിയപ്പോ മനസ്സിലായി ഇവിടുന്ന് ഇറങ്ങാൻ സമയമായി. അതെ, അപ്പൊ നമ്മളിപ്പോ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക. ബേലൂർ എന്ന 1900 വിഷ്ണുവിന്റെ അമ്പലമാണ്. വിഷ്ണുവിനെ അറിയുന്നു. എത്ര ക്ലാസ്സിലാണ് പഠിച്ചത് വിഷ്ണുവിന്റെ കൂടെ? ചിക്മംഗ്ലൂരിലെ ഏതോ ഒരു വെള്ളച്ചാട്ടത്തിന്റെ പേരെന്താണ്? ഇതേത് വെള്ളച്ചാട്ടമാണ്? അതേവരും അതിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഷൂ ഇട്ടത് കൊണ്ട് ഞാൻ ഇതിൽ ഇറങ്ങുന്നില്ല. ഞാൻ ഇറങ്ങൂല, നിങ്ങളെല്ലാവരും ഇറങ്ങിക്കോളൂ. ഗൈസ്, ഒരു 10-15 മിനിറ്റിന്റെ സാഹസികൾക്ക് ശേഷം സാഹസത്തിന് ശേഷം നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഇനി 15 മിനിറ്റ് ഇത് തിരിച്ചിറങ്ങണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. നമ്മളിപ്പോ സെഡ് മലയിൽ കൂടെ കയറി ചിക്മംഗ്ലൂരിലാണ്. ഇനിയിപ്പോ നമ്മൾ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തു? ഗ്യാസ് ഭീകരമായിട്ടുള്ള വ്യൂ ആണ്. നമ്മൾ നടന്നിട്ട് എത്തുന്നില്ല. ഫുള്ള് മലയോ മല. അതീവ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന ഈ സ്പീഷീസ് കോഴിക്കോട് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ ഇതുപോലത്തെ അന്യ സംസ്ഥാനത്തും കാണാൻ സാധിക്കും. അവസാനം നമ്മൾ വന്ന് കൂർഗിൽ എവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്? ഒരു ബാംബോ ഫോറസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ഗംഗന് മാത്രം എന്തോ ഒരു ചെറിയൊരു വിഷമമുണ്ട്. അതെ, ടിക്കറ്റ് എടുക്കാതെ നമ്മൾ ഒട്ടകപ്പക്ഷിയെ കാണാൻ പോകുന്നു. വളരെ സുന്ദരനും എന്ത് വിലപ്പാടാ. ശരി, അതിനെ വായി നോക്കിയാൽ മതി. ഇങ്ങോട്ടോ കളിച്ച് നമ്മളിപ്പോൾ വെള്ളത്തിലെത്തി. നമ്മുടെ പൈലറ്റ് അമിത് ഗിരീഷ് ആൻഡ് അഭിനവ് ഗിരീഷ് ആണ് നമ്മുടെ കൂടെ അടുത്ത ബോട്ടിൽ വരാൻ പോകുന്നത്. നമ്മുടെ ക്രൂ മെമ്പേഴ്സ് ആയിട്ടുള്ള അശ്വിൻ, ഗംഗ ആൻഡ് ബാക്കി 2 പേരും. 10 മിനിറ്റിന് പെർ ഹെഡ് 50 റുപ്പീസ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? വൈബാണ്. ഇഷ്ടപ്പെട്ടോ? ഞാൻ അച്ഛന്റെ അമ്മേന്റെ കല്യാണ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഈ സാധനം. അന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓഹോ, ഇതാണ് ഇതിന്റെ സ്റ്റിയറിംഗ്. ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ റൈറ്റിലോട്ട് ഇരിക്കണം, റൈറ്റിലോട്ട് പോകണമെങ്കിൽ ലെഫ്റ്റിലോട്ട് ഇരിക്കണം. അപ്പൊ പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി.